സർപ്രൈസ് ആയോ? ശരിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ. അപ്പോൾ ഇന്ന് ഞാൻ വലിയൊരു നന്ദി പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എവിടെയൊക്കെയോ മിസ് ചെയ്ത, അല്ലെങ്കിൽ എവിടെയൊക്കെയോ എനിക്ക് മിസ്സായി പോയി എന്ന് തോന്നിയ പല കാര്യങ്ങളും ഉണ്ട്. സീരിയസ്ലി നമ്മൾ ഏതൊരു കാര്യത്തിനെയാണോ ഏറ്റവും കൂടുതൽ വിഷമിച്ച, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് കരുതുന്നത്, അതൊരു 3 മടങ്ങ് സന്തോഷത്തോടു കൂടി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, അതേപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലുണ്ട്. സത്യത്തിൽ എനിക്ക് എങ്ങനെ അതൊക്കെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രമാത്രം ഹാപ്പി ആയിട്ട്, അത്രമാത്രം എന്താ പറയുക, ഒരു ഗ്രേറ്റ്ഫുൾ ഫീൽ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. സോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണിന്ന്. ഇന്ന് ഞാൻ കുറച്ച് കിലുക്കൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതെനിക്ക് സത്യത്തിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ വളകാപ്പായിരുന്നു. അപ്പം അതിന് എൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയുന്നില്ല, അതെൻ്റെ ഫാമിലി തന്നെയാണ്, എൻ്റെ സ്വന്തം ആളുകൾ തന്നെയാണ്. സോ അപ്പോൾ അവർക്ക് വലിയൊരു താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്ദി കൊണ്ട് എനിക്കത് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല. കാരണം എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും അതെനിക്ക് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. ആക്ച്വലി ഇന്ന് എൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ ആയിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു വളകാപ്പ് ഫംഗ്ഷൻ. കാരണം നമ്മളിപ്പം നമ്മളുടെ നാട്ടിലല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വന്തമോ ബന്ധമോ അങ്ങനൊന്നും ആരും നമുക്കിവിടെ ഇല്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പല നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള, ഇവിടെയാണെങ്കിൽ പോലും പല ഏരിയാസിൽ താമസിക്കുന്ന കുറച്ച് ആളുകളാണ്. പിന്നെ നമ്മൾക്ക് ആകെ ഉള്ളതൊരു ഫോൺ വഴിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അതും എന്നെ സംബന്ധിച്ച് ഞാൻ അത്ര ഫോണിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളേ അല്ല. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള ഈ ആളുകളെല്ലാം കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിലും പലപ്പോഴും എനിക്ക് ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ പക്ഷേ ഒരു ഫോൺ അറ്റൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളല്ല എന്നൊക്കെ കരുതിയിട്ട് അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒട്ടും വാല്യൂ തരാതെ ഇരുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം എപ്പോഴും ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് എപ്പോഴും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ശരിയാണെന്ന് കരുതാം. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് എപ്പോഴും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാതി പറയുന്ന ഒരു കാര്യമാണ് ഒരു കോള് പോലും എടുക്കില്ല എന്നുള്ളത്. പക്ഷേ അതിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഞാൻ അത് മാത്രമല്ല, ഞാനങ്ങനെ ഫോൺ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരാളെ അല്ല. ഫോൺ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചിട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ ജോലികൾ കാണും. അപ്പം അങ്ങനെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും എനിക്ക് ലൈഫിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. എപ്പോൾ മെസ്സേജ് അയച്ചാലും അപ്പോൾ ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് നല്ല ആളുകളെ എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടി. അതുമാത്രമല്ല, എനിക്ക് ഈ ഒരു ഫംഗ്ഷനകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനായിരുന്നു. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ഇവിടെ ഒരു വളകാപ്പ് നടത്താൻ പോവുകയാണ്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്, ഇതേപോലെ നമുക്കൊരു വളകാപ്പ് ഫംഗ്ഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം എൻ്റെ അടുത്ത് ഇത് പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് അവരുടെ അടുത്ത് ചോദിച്ചു എത്ര ആൾക്കാർ വരും, കാരണം നമ്മൾ എന്തെങ്കിലും കരുതണ്ടേ എന്നുള്ള രീതിയിൽ എത്ര ആൾക്കാർ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് കുറച്ച് പേരെ വരത്തുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് പേരെന്ന് പറയുമ്പം ഹസ്ബൻഡിൻ്റെ ഒരു വിചാരത്തിൽ കൂടിപ്പോയ ഒരു 5 പേര് കാണുമായിരിക്കും, അതിൽ കൂടുതൽ കാണില്ല. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. ഇപ്പോൾ ഇവിടോട്ട് മാറിയിട്ടൊരു 3 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ നിർത്തി ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു വീടല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഓക്കെ, കുറച്ച് പേരാണെങ്കിൽ ഓക്കെ ഇവിടെ നടത്താൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. പക്ഷേ ഇവർ വന്നപ്പോഴാണ് അറിയുന്നത് 10-20 പേരോളം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സത്യത്തിൽ രാവിലെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എല്ലാം കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഇവർ വരുന്നത്. സത്യത്തിൽ ഇവർ വന്നത് തന്നെ, എൻ്റെ ഫ്രണ്ട്സ് വന്നത് തന്നെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. എനിക്കങ്ങോട്ട്
ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ, അതേപോലായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ഒരു എന്താ പറയുക, എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമായിരിക്കാം, ചെറിയൊരു പ്രോഗ്രാം ആയിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് അവരെനിക്ക് തന്നത്. കാരണം ഒരു എന്താ പറയുക, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിയെ സംബന്ധിച്ചും അവരുടെ വളകാപ്പ് കാര്യങ്ങളൊക്കെ അവർ എങ്ങനെയാണേലും സ്വപ്നം കാണും. സോ അപ്പോൾ എനിക്ക് ഒരു 5 years ബാക്കായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ വളകാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല അവിടെ നടക്കുന്നത്. നമ്മളുടെ അവിടേക്ക് വളകാപ്പിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അതിന് പകരം പേറ്റ് പൊങ്കാല എന്ന് പറഞ്ഞിട്ട് പൊങ്കാലയിടും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും, വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള ഒരു ചടങ്ങായിരുന്നു അവിടെ ഉള്ളത്. അന്നേരവും നമുക്ക് മധുരം ഇങ്ങനെ തരും. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് നമ്മളുടെ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്താ പറയുക, എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരണം എന്നൊക്കെയുള്ള ഒരിതുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പല ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് ഹെൽത്ത് വൈസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കോവിഡ് ഭയങ്കര രീതിയിൽ സ്പ്രെഡ് ആകുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ നല്ല ലോങ് ആയിരുന്നു. ഞാൻ പത്തനംതിട്ടയിലും ഹസ്ബൻഡ് വീട് ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സോ ആ സമയത്ത് എനിക്കങ്ങനെ റിലേറ്റീവ്സ് എന്ന് പറയാനെ കൊണ്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു വിഷമം തരുന്നൊരു കാര്യമായിരുന്നു. ഒരിക്കലും അവരുടെ മിസ്റ്റേക്ക് അല്ല, സാഹചര്യമാണ് അങ്ങനെ. അന്നേരം കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പോലീസ് ചെക്കിങ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ടൈമായിരുന്നു അത്. സോ പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരാൾ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് പിന്നെ വന്നത് നമ്മളുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള 2 ആൻറ്റിമാരായിരുന്നു. ശരിക്കും അവരുടെ അടുത്ത് ഞാൻ ഇപ്പോഴും താങ്ക്സ് പറയുന്നു. കാരണം എന്താ പറയുക, നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ അത്രയും ടൈം എടുത്ത് അവർ വന്ന് ആ ഒരു ഫങ്ഷന് നമ്മളുടെ കൂടെ നിൽക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ആ വിഷമിച്ചതിൻ്റെ 3 ഇരട്ടി സന്തോഷമായിട്ട് ഇപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. കാരണം എനിക്ക് സത്യത്തിൽ ഇവിടെ വന്ന് പരിചയമുള്ള കുറച്ച് പേരാണ് ഇവർ. അവരുടെ ഫാമിലി ആയിട്ട് അവരെൻ്റെ ഒരു ചടങ്ങ് ഇത്രമാത്രം, അതും അവരുടെ എഫേർട്ടാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ എനിക്ക് വേണ്ടിയിട്ട് അവർ അത്രയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതെൻ്റെ ലൈഫ് ലോങ് അവരുടെ അടുത്ത് എനിക്ക് കടപ്പാട് മാത്രമായിരിക്കും. എൻ്റെ ഫ്രണ്ട്സായിട്ടല്ല ഞാൻ അവരെ കാണുന്നത്, എൻ്റെ ഫാമിലി തന്നെയാണ്. ഓരോരുത്തരും നിങ്ങളെൻ്റെ സ്വന്തം ഫാമിലി തന്നെയാണ്. സോ ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഇനി പറഞ്ഞ് കുളവാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വളകാപ്പ് ഫങ്ഷൻ നമുക്ക് കാണാം.